അറിയട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേറ്റന്റെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം ഡേറ്റ് വന്നു, ഇനി പഠനമാണ് നമുക്ക് മുമ്പിലുള്ളത് അല്ലെ. ഇപ്പൊ സർവീസിലുള്ളവർക്കൊക്കെ കേറ്റിട്ട് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ സർവീസിലുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ നിങ്ങളുടെ ആ ഒരു കേറ്റിട്ട് എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി നമുക്കറിയാം കേറ്റന്റെ എക്സാം ആദ്യമായിട്ടൊക്കെ എഴുതുന്നവർ, പ്രത്യേകിച്ച് സർവീസിലുള്ളവർക്കൊക്കെ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സൈക്കോളജി പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ തന്നെ കാണാൻ സാധിക്കും. സൈക്കോളജിയുടെയും മലയാളത്തിന്റെയും ഒക്കെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പിള്ളേർ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു എക്സാമിന് കേട്ടിട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈക്കോളജി സിമ്പിൾ ആക്കി സമീപിക്കുക. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമുക്കൊരു നോട്ടോ ഒന്നും വേണ്ട, നോട്ട് എഴുതി വെക്കുക ഒന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല ആ ടോപ്പിക് എടുക്കുമ്പോൾ സൈക്കോളജിയുടെ പ്രത്യേകത ടോപ്പിക്ക് പഠിക്കൽ മാത്രമല്ല, ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. ഒരു നോട്ടും ഇല്ലാതെ ക്ലാസ് ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ മെത്തേഡ് എങ്ങനെയാണ് ഇത് പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് കൂടി നമ്മൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ കേട്ടിട്ട് ഇതേപോലുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ കിട്ടാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഫോളോ കൂടി ചെയ്യുക. അതേപോലെ നമുക്ക് കേറ്ററ്റിന്റെ ഓൺലൈൻ ബാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാച്ചുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ലേണിംഗ് കർവ് ആണ്. ലേണിംഗ് കർവ്, പഠനവക്രം. അപ്പോൾ എന്താണ് ഈ ലേണിംഗ് കർവ്? പഠനവക്രോ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട, നമുക്ക് എപ്പോഴും കണക്ട് ചെയ്തിട്ടൊന്ന് പോകാം കേട്ടോ. ഇവിടെ ലേണിംഗ് കർവ് എന്ന് പറയുമ്പോൾ ഈ കർവ് ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. ഇതിന്റെ മലയാളം പഠനവക്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് ടേംസ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള പദങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ മലയാളത്തിൽ ചിലതൊക്കെ ഓർത്തു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ പഠിക്കുക, ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ പഠിക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എന്തുണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും മലയാളത്തിലും ഉണ്ടാവും, K3 ഒഴിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ട് രൂപത്തിലും ചോദ്യമൊക്കെ വേണ്ടി മലയാളത്തിൽ വായിച്ചു നോക്കിയിട്ട് ടേംസ് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഇനി ചില ആളുകൾക്ക് മലയാളമാണ് എളുപ്പമെങ്കിൽ അങ്ങനെ പഠിക്കാം, അത് നിങ്ങളുടെ സൗകര്യം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ലേണിംഗ് കർവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിനകത്ത് തന്നെ ടൈറ്റിലിൽ തന്നെ സംഭവത്തിലേക്ക് എത്താം. ഞാൻ അതിന്റെ നിർവചനങ്ങളോ പോയിന്റ്സോ ഒന്നും പറയുന്നില്ല. അതിന് മുമ്പ് തന്നെ ടൈറ്റിൽ എന്ന് പറയാൻ പോവാണ്. ഈ കർവ് എന്നുള്ളത് നമുക്ക് ഈ കുറവ് എന്നാക്കിക്കൂടെ, കുറവെന്നും വായിക്കാം അല്ലെ, കർവിനെ കുറവെന്നും വായിക്കാം അല്ലെ. ഇപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞ പഠനം. അപ്പൊ പഠനക്കുറവ് എന്ന് വേണേൽ നമുക്ക് കൊടുക്കാം. ഇതെന്താ സംഭവം എന്നൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ പഠനക്കുറവ്, അതായത് ഒരു കുട്ടിയുടെ പഠനക്കുറവും കൂടുതലും നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫാണ് എന്തായാലും ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി നന്നായിട്ട് പഠിക്കുന്നവനാണോ, ഇപ്പൊ എങ്ങനെയാണ് പഠിക്കുന്നത്, നേരത്തെ പഠിച്ചിരുന്നവനാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിത്രത്തിൽ ഒരു ഗ്രാഫിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് ലേണിംഗ് കർവ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു കുട്ടിയുടെ പഠനം, അത് കർവിനെ കുറവാക്കി ഓർക്കാം നമ്മൾ. അപ്പൊ പെട്ടെന്ന് കിട്ടും പഠനക്കുറവ്. അവന്റെ പഠനം കുറവാണോ, അവന്റെ പഠനം കൂടുതലാണോ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ലേണിംഗ് കർവിന്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിന് ഇവിടെ എക്സ് ആക്സിസ് ഉണ്ടാവും, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ടാവും. എക്സ് ഇവിടെ ഒരു ടൈമാണ് വരുന്നത്, എക്സിന്റെ ഭാഗത്ത് ടൈം. ഇവിടെ വരുന്നത് പഠനത്തിന്റെ ആ ഒരു അളവ്, എത്രത്തോളം പഠിച്ചിട്ടുള്ള അളവാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനകത്തേക്കൊന്നും പോകണ്ട, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായല്ലോ. ലേണിംഗ് കർവ്, ലേണിംഗ് കുറവ് ഓർത്തു വെക്കുക. ഒരു കുട്ടിയുടെ ലേണിംഗിലുള്ള കുറവും കൂടുതലും ഒക്കെ മനസ്സിലാക്കി തരുന്ന ഗ്രാഫ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതൊരു സെന്റൻസ് ആക്കി വേണമെങ്കിൽ പഠിക്കണം. ഇങ്ങനെ പഠിക്കാം: പരിശീലനത്തിലൂടെ ഒരാൾ നേടുന്ന പഠന പുരോഗതിയെ ചിത്രീകരിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കുട്ടിയുടെ പഠന കുറവും കൂടുതലും അവന്റെ പഠന മികവും കുറവും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫ്. അത് നമ്മുടെ നാടൻ ശൈലിയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു. ഇനി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആക്കി ഇങ്ങനെ പറയാം: പരിശീലനത്തിലൂടെ ഒരാൾ നേടുന്ന
പഠന പുരോഗതിയെ ചിത്രീകരിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ, പഠന വക്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിന് മെയിനായിട്ട് ടൈപ്സ് ഓഫ് ലേണിംഗ് കർവ് ആണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന വക്രങ്ങൾ അഥവാ ലേണിംഗ് കർവുകൾ വരുന്നുണ്ട്. കാരണം ചില കുട്ടികൾ ആദ്യം നന്നായിട്ട് പഠിക്കും, പിന്നെ മോശമായിട്ട് പഠിക്കും, അങ്ങനെയുള്ള കുട്ടികൾ വരാറുണ്ട്. ചിലപ്പോൾ ആദ്യം മോശമായിട്ട് പഠിക്കും, പിന്നെ നന്നായിട്ട് പഠിക്കും. ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ പലതരം കുട്ടികളാണല്ലോ. അപ്പോൾ എന്തുണ്ട്, ഇതിന്റെ ഗ്രാഫും എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഗ്രാഫുകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. കേട്ടല്ലോ? അപ്പൊ എന്താണ് ലേണിംഗ് കർവ് മനസ്സിലായല്ലോ? അത് മനസ്സിലായി. ഇതിന്റെ ടൈപ്സ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് കോൺവെക്സ് കർവ് ആണ്. കോൺവെക്സ് കർവ് അഥവാ ഉന്മധ്യ വക്രം. മലയാളത്തിൽ എന്താ പറയാ, ഉന്മധ്യ വക്രം. കണ്ടോ, മലയാളം ടേംസ് നമുക്കൊന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടല്ലേ, അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പൊ കോൺവെക്സ് കർവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരും. അപ്പൊ എന്താണ് കോൺവെക്സ് കർവിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് കോൺവെക്സ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. കോൺവെക്സിനെ നമുക്ക് പെട്ടെന്ന് വിക്സ് ആക്കി മാറ്റാം. വിക്സ്, വെക്സ്, വിക്സ് അല്ലെ, വിക്സ്, വെക്സ്, വിക്സ് കിട്ടിയാലോ, വെക്സ്, വിക്സ്. അപ്പൊ കോൺവെക്സ്, ഈ വിക്സ് നമ്മൾ എപ്പോഴാ പുരട്ടുന്നത് അല്ലെ, നെറ്റിയിൽ തലവേദന കൂടുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, വിക്സ് എടുക്കും അല്ലെ. തലവേദന കൂടുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വിക്സ് എടുക്കും. വിക്സ് പുരട്ടി കഴിഞ്ഞാൽ തലവേദന കുറയും. കണ്ടോ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. അപ്പൊ കോൺവെക്സിന്റെ നമ്മൾ വിക്സ് എടുത്തു, വിക്സ് തലവേദന കൂടി അല്ലെ, വിക്സ് കൂടി തലവേദന കൂടി, വിക്സ് പുരട്ടി തലവേദന കുറഞ്ഞു. അപ്പൊ എന്താണ് കോൺവെക്സ് കർവ് എന്ന് പറയുന്നത് സംഭവത്തിലേക്ക് എത്തി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി തുടക്കത്തിൽ നന്നായിട്ട് പഠിക്കും, കണ്ട, കൂടുതൽ പഠിക്കും അല്ലേ, പക്ഷേ കുറെ കഴിയുമ്പോൾ കുട്ടിയുടെ പഠനം കുറവ് വന്നു. ഇങ്ങനെ ഒരു കുട്ടിയിൽ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു കുട്ടി തുടക്കത്തിൽ നല്ല മികച്ച പഠനം പര്യായ പദങ്ങൾ ഓർത്തു വെക്കാം, മികച്ച പഠനം കാഴ്ചവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, പഠനത്തിൽ നിന്ന് താഴേക്ക് പോയി. ഇത് എന്ത് തരം കർവാണ്, എന്തിന് അല്ലെങ്കിൽ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് കർവ് ആണ്. അങ്ങനെ കോൺവെക്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വിക്സ് കണക്ട് ചെയ്തു, തലവേദന കൂടുമ്പോൾ വിക്സ് പറ്റിയപ്പോൾ കൂടും കുറയുക അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഗ്രാഫ് വന്നു, ഇവിടെ എക്സ് വന്നു, ഇവിടെ വൈ വന്നു അല്ലെ. എന്നിട്ട് വേണ്ട, ഇതിവിടെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്താണ്, ഈ കുട്ടി തുടക്കത്തിൽ നന്നായിട്ട് പഠിക്കുകയാണ്, നന്നായിട്ട് പഠിച്ച് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ താഴേക്ക് പോകണുണ്ടോ. ഈ ഗ്രാഫ് ഇതാണ് കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോ ഉയർന്ന് പോവുകയാണ്, പക്ഷേ ആ ഉയർച്ച പതുക്കെ താഴേക്ക് പോയിട്ട്. അപ്പൊ തുടക്കത്തിൽ നന്നായിട്ട് പഠിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് രമേശ് എന്ന് പറയുന്ന കുട്ടിയുടെ ഗ്രാഫ് കണ്ടാ ഇവൻ എന്താണ്, നന്നായിട്ട് പഠിച്ചിരുന്നവനാണ്, ഇപ്പോൾ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെയാണ് കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിന്റെ പോയിന്റ് ആയിട്ട് പറയുന്ന ഇത്രയും ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്, തുടക്കത്തിൽ പഠന പുരോഗതി കൂടുന്നു കേട്ടോ. അപ്പൊ വിക്സ് കൂടുമ്പോൾ, തലവേദന കൂടുമ്പോൾ വിക്സ് പുരട്ടി പിന്നീട് കുറഞ്ഞു. നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാം. കാരണം എക്സാം പേപ്പറിൽ ഇങ്ങനെ പറയുമ്പോൾ കുറയുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഇത് കോൺവെക്സ് ആണോ, ഇത് കോൺകേവ് ആണോ എന്നൊക്കെ നമുക്ക് സംശയം വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തതിലേക്ക് പോവുകയാണ്. കോൺകേവ് കർവ് അഥവാ നദമധ്യവക്രം. കണ്ടാ മലയാളം നമുക്ക് ഓർത്തു വെക്കാൻ ഒത്തിരി പ്രയാസമല്ലേ, എനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടോ, നിങ്ങൾക്കറിയില്ല. അപ്പൊ എന്നെക്കാളും നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. ഓക്കെ, മലയാളം പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോൺകേവ് കർവ് എന്താണ്? ഈ കോൺകേവ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഈ കേവ് എന്ന പദമാണ്. കേവ് എന്ന് പറഞ്ഞ ഗുഹ എന്നല്ല അർത്ഥം. കേവ് ഒരു ഗുഹ എങ്ങനെയാണ്, ഗുഹ അല്ലെ, തൽക്കാലം ഇത് ഗുഹയായിട്ട് വിചാരിക്കാം. അപ്പൊ ആ ഗുഹയില് ചെറിയൊരു ഇതായിരിക്കും അല്ലെ, കുറഞ്ഞ ഡോറായിരിക്കും, കുറഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് കയറാൻ പറ്റും ചെറിയൊരു ഡോറ്. പക്ഷെ ഉള്ളിലേക്ക് ഇത് വന്നാലോ കൂടും അല്ലെ. അപ്പോ ഗുഹയുടെ ആ കേവിന്റെ ഇത് കുറഞ്ഞതാണ്, ചെറുതാണ്. പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു വലിയ വിശാലമായ ലോകമാണ്. എന്ന് പറഞ്ഞത് തുടക്കത്തിൽ ഒരു കുട്ടിയുടെ പഠനം വളരെ കുറവായിരുന്നു എന്ന് വിചാരിക്കാം, വളരെ കുറവായിരുന്നു. പക്ഷെ കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് പഠനത്തിൽ മുന്നേറിയെങ്കിൽ ആ ഇത് കർവ് നമുക്ക് കാണിച്ചിരുന്നത് ഏതാണ്, കോൺകേവ് കർവ് എന്നാണ് പറയുന്നത്. അഥവാ ഒരു കുട്ടിയുടെ പഠനം തുടക്കത്തിൽ കുറഞ്ഞു പിന്നീട് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരം പഠനവക്രമാണെന്ന് ചോദിച്ചാല് അതേതാണ്, കോൺകേവ് കർവ് ആണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഞാൻ ഈ പറയുന്ന ഗ്രാഫ് കൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചു വെക്കണം. അല്ല, പിക്ചർ ഞാൻ കൊടുക്കാതെ ഞാൻ തന്നെ വരക്കുന്നത് കൊണ്ടാണ് കേട്ടോ. കണ്ടോ, നമ്മൾ വരച്ചു, y വരച്ചു, x വരച്ചു. അപ്പൊ തുടക്കത്തിൽ എന്താണ്, കുട്ടി കുറവായിരുന്നു അല്ലെ. അപ്പൊ കുറവെന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴേക്കല്ലേ പോണം.
പിന്നെ പതുക്കെ പതുക്കെ മേളിലേക്ക് പോയി. കണ്ടോ, ഇതാണ് കോൺകേവ് കേവിന്റെ വരുന്നത്. അപ്പോ തുടക്കത്തിൽ കുട്ടി കുറവായിരുന്നു, പിന്നീട് കുട്ടി പഠനത്തിൽ മികവ് വന്നാൽ അത് ഏതാണ്? കോൺകേവ് കേവ് ആണ്, അഥവാ നഖമധ്യ വക്രം. അപ്പൊ പരീക്ഷ ഹാളിൽ കോൺവെക്സ് ഏതാണ്, കോൺകേവ് ഏതാണെന്ന് മാറി പോകാതിരിക്കാനാണ് ഈ ഒരു കണക്ഷൻ പറയുന്നത്. തുടക്കത്തിൽ പഠന പുരോഗതി കുറയുന്നു, പിന്നീട് കൂടുന്നു. ക്ലിയർ ആയോ? തുടക്കത്തിൽ പഠന പുരോഗതി കുറയുന്നു, പിന്നീട് കൂടുന്നു. ഇതിനെയാണ് കോൺകേവ് കേവ് എന്ന് പറഞ്ഞാൽ. രണ്ട് ഗ്രാഫും നിങ്ങൾ വരച്ചു നോക്കുക. കാരണം ചില പരീക്ഷകൾക്ക് പിക്ചർ ചോദിച്ചിട്ട് തന്നെ ഇത് ഏതാണെന്ന്, ഏത് കേവ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് മിക്സ്ഡ് കേവ് അഥവാ സമ്മിശ്ര വക്രം. സമ്മിശ്ര വക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ് വരുന്നത്. കോൺകേവും കോൺവെക്സും ചേർന്ന് വരുന്ന പഠനവക്രം, അഥവാ കോൺകേവും കോൺവെക്സും. കോൺകേവ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കേവ് ചെറുതാണ്, ഗുഹ അല്ലെ? അപ്പോ എന്ത് ചെയ്താൽ ഗുഹയുടെ ഡോർ ചെറുതാണ്, ഉള്ളിലേക്ക് ആകുമ്പോൾ വലുതാകും. അപ്പോൾ പഠന പുരോഗതി കുറയുന്നു, കൂടുന്നു, അതാണ് കോൺകേവ്. കോൺവെക്സോ തലവേദന കൂടുന്നു അല്ലെ? അപ്പോ കോൺവെക്സ് പഠന പുരോഗതി കൂടുന്നു, കുറയുന്നു. ഇത് രണ്ടും മിക്സ് ആയി വരുന്ന കർവിനെയാണ് എന്ത് പറയാ? മിക്സ്ഡ് കർവ്. അത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, കണക്ട് ചെയ്യാൻ. ഓക്കെ, തുടക്കത്തിൽ പഠനം മന്ദഗതിയിലാകുന്നു. ഈ പര്യായ പദങ്ങൾ കൂടി ഓർത്ത് വെക്കണ്ട. കൂടുന്നു, കുറയുന്നു നമ്മൾ പറയുന്നത് തന്നെ പഠന പുരോഗതി മന്ദഗതിയിലാകുന്നു, അപ്പൊ കുറയണല്ലോ. പിന്നീട് പഠന പുരോഗതി ഉയരുന്നു. അപ്പൊ ആദ്യം മന്ദഗതിയിൽ കുറവായിരുന്നു, പിന്നെ കൂടി, പിന്നീട് പഠനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഞാൻ ഗ്രാഫ് വരച്ചുതരാം, അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും സാറേ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാകും. ഒന്നും പേടിക്കണ്ട, ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്നും ഇതിന്റെ ആൻസർ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, ആദ്യം എന്താ പറയുന്നത്? കോൺകേവ് അല്ലേ? കോൺകേവ് എന്താ നമ്മൾ പറയുന്നത്? ആദ്യം കുറയുന്നു, അപ്പൊ കുറയണല്ലോ, കുറഞ്ഞു. ഓക്കെ, കുറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? കൂടി. കുറഞ്ഞിട്ട് കൂടി. കണ്ടോ, കുറഞ്ഞിട്ട് കൂടി. കോൺവെക്സോ കൂടിയിട്ട് കുറഞ്ഞു. അപ്പൊ ഓൾറെഡി ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി കേട്ടോ, കുറച്ചാൽ മതി. ഓക്കെ, കണ്ട, ഇതാണ് മിക്സ്ഡ് കേർവിന്റെ ഗ്രാഫായിട്ട് വരുന്നത്. അപ്പോ പഠന പുരോഗതി ആദ്യം കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓൾറെഡി ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറഞ്ഞാൽ മതി. സോ ഇതിനെയാണ് മിക്സ്ഡ് കേർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ആൻസർ കിട്ടണം. ഏതാണ് മിക്സ്ഡ് കേർവ്, ഏതാണ് കോൺകേവ് എന്നുള്ളത്. അതാണ് കൂടുതൽ. തുടക്കത്തിൽ പഠനം മന്ദഗതിയിലാകുന്നു, പിന്നീട് പഠന പുരോഗതി ഉയരുന്നു, പിന്നീട് പഠനം കുറയുന്നു. ക്ലിയർ ആണല്ലോ? സെറ്റാണ്. ഇനി ഇതൊരു എസ് ടൈപ്പ് വക്രമാണ്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എസ് ടൈപ്പ് വക്രം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എസ് ടൈപ്പ് വക്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? ഇതാണ്, മിക്സഡ് ആണ്. കാരണം ആദ്യം കോൺകേവ് വരുന്നു, പിന്നെ കോൺവെക്സിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ഒരു എസ് ടൈപ്പ് വക്രമാണ് എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? അതിനകത്ത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ഒരു വക്രത്തിലേക്ക് പോവുകയാണ്. സ്ട്രൈറ്റ് ലൈൻ കർവ്. സ്ട്രൈറ്റ് ലൈൻ, ഒരു കോഡിന്റെ ആവശ്യമില്ല, ഒരു കണക്ഷൻ നേരെ പോകാം. ഇതുണ്ടോ, പഠനവക്രം ഇങ്ങനെ ഇരിക്കും. ഗ്രാഫ് വന്നു, നേരെ പഠനവക്രം പോവുക കേട്ടോ. അപ്പൊ അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന പഠനവക്രത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. കണ്ടോ, പഠന പുരോഗതി ഒരേ ക്രമത്തിൽ തന്നെ ഉയർന്നു പോവുക. പഠന പുരോഗതി ഒരേ ക്രമത്തിൽ തന്നെ ഉയർന്നു പോകുന്നതിന് നമ്മൾ എന്താ പറയാ? സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കുന്ന എന്താ? സൈക്കോളജി നമുക്കറിയാം, കുറെ ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ അടുത്തോ മറന്നു പോകും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺഫ്യൂഷൻ വരും. അങ്ങനെയാണ് പലപ്പോഴും സൈക്കോളജിയുടെ മാർക്ക് പോകുന്നത്. മാത്രമല്ല തുടക്കത്തിലൊക്കെ സൈക്കോളജി പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നതും അതുകൊണ്ടാണ്, കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ചിലതൊക്കെ ഒന്ന് കോഡ് വെച്ചിട്ടും ചില തിയറികളൊക്കെ സ്റ്റോറിയിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാക്സിമം ക്ലാസ്സുകൾ അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത ക്ലാസ്സുകളും ഉണ്ട്. പക്ഷെ നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫുൾ കോഴ്സ് വേണമെങ്കിൽ അങ്ങനെ, ക്രാഷ് ബാച്ച് വേണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു കർവാണ് ലേണിംഗ് പ്ലാറ്റോ എന്ന് പറയുന്നത്. ലേണിംഗ് പ്ലാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠന പീഠസ്ഥലി. എന്താണ് പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്? പഠനത്തിന് തടസ്സമാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ. ശ്രദ്ധിക്കുക, പഠനത്തിന് തടസ്സമാകുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. എന്താണ്? ചിലപ്പോൾ മാനസിക സംഘർഷം, കൊച്ചിന് ഭയങ്കര സ്ട്രെസ് ആകുക, അല്ലെങ്കിൽ അസുഖം ബാധിക്കുക, അല്ലെങ്കിൽ പഠനത്തിൽ താല്പര്യക്കുറവ് വരിക, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും മരണം. ഇതൊക്കെ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ പഠനം തടസ്സമാക്കും. അപ്പോൾ പഠനത്തിന് തടസ്സമാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മൂലം കൃത്യമായൊരു പഠന പുരോഗതി ഇല്ലാത്ത വക്രം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്ന് കൂടുന്നു, കുറയുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അല്ലെ? കുറയുന്നു, കൂടുന്നു,
കുറയുന്നു, അല്ലെങ്കിൽ കുറയുന്നു കൂടുന്നു കൂടുന്നു കുറയുന്നു, ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠന പുരോഗതി ഇല്ലാത്ത വക്രമാണ് എന്ത് ലേണിംഗ് പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേണിംഗ് പ്ലേറ്റോ കേട്ടോ, അതാ പഠന പീഠസ്ഥലി. അപ്പൊ നോക്കിയേ, ഇപ്പൊ കുട്ടി എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കുകയാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പെട്ടെന്ന് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നു, സ്വാഭാവികമായിട്ടും പഠനം താഴേക്ക് പോയി. കണ്ടോ, താഴേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഉഷാറായി വീണ്ടും കുട്ടി പഠനത്തിന് മുകളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് വീട്ടിൽ ആരുടെയെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെ മരണം, കുട്ടിയുടെ പഠനം വീണ്ടും താഴേക്ക് പോയി. മനസ്സിലായോ? അത് കഴിഞ്ഞ് കുട്ടി വീണ്ടും സെറ്റായി വന്നപ്പോഴാണ് അവിടുത്തെ സ്കൂൾ മാറുന്നത്. അപ്പൊ പുതിയ കൂട്ടുകാരന്മാരെ കാണുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ പുതിയ സ്ഥലമാകുമ്പോൾ കുട്ടി ഒന്ന് സെറ്റാകാൻ ടൈം എടുക്കുമല്ലോ, വീണ്ടും പഠന പുരോഗതി താഴേക്ക് പോകും. വീണ്ടും ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ എന്ത് ചെയ്യുന്ന നിൽക്കുന്ന ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. അതായത് ഇത്രേ ഉള്ളൂ പോയിന്റ് അവിടെ. പ്രത്യേകമായിട്ടുള്ളൊരു പഠന പുരോഗതി ഇല്ലാത്ത വക്രം. കൂടി കുറഞ്ഞു കുറഞ്ഞു കൂടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കും. കേട്ടോ, അതിനെയാണ് പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ഇതായിരിക്കും, ഇത് പഠനത്തിന് തടസ്സമാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകും. ആ ഒരു പോയിന്റ് ആണ്. പഠനത്തിന് തടസ്സമാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പഠന പുരോഗതി നമുക്ക് കാണിച്ചു തരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്. ലേണിംഗ് കർവിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു എന്താണ് ലേണിംഗ് കർവ് എന്ന് പഠിച്ചു വെക്കുക, ആ ടൈപ്സ് പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ സംഭവം സെറ്റ്. ഒരു നോട്ടും വേണ്ട, നോട്ടില്ലാതെ തന്നെ പഠിക്കാം. പക്ഷെ നോട്ട് ആവശ്യമുള്ളവർക്ക്, ഇപ്പൊ റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടി നോട്ട് ആവശ്യമുള്ളവർക്ക് എഴുതി വെക്കാം കേട്ടോ, അത് വേറൊരു വിഷയം. പക്ഷെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകേണ്ടി തന്നെ ഒരു ടെൻഷനോ ഒരു കൺഫ്യൂഷനോ ഇല്ലാതെ സൈക്കോളജി കൈകളിൽ ഒതുക്കാൻ സാധിക്കും. ഞാൻ ഇനി ക്വസ്റ്റ്യൻ മെത്തേഡ് പറയാം കേട്ടോ, ശ്രദ്ധിച്ചോളാം നിങ്ങൾ. നോക്കിയേ, അധ്യയന വർഷത്തിൽ തുടക്കത്തിൽ ശ്യാം മികച്ച പഠനം കാഴ്ചവെക്കുന്നു, പിന്നീട് താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുന്നു. ഇത് ഏത് തരം പഠനവക്രമാണ്? സൈക്കോളജി ക്വസ്റ്റ്യൻ പാരഗ്രാഫ് കാണുമ്പോൾ പേടിച്ചു പോകും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു കീ പോയിന്റ് അവിടെ ഉണ്ടാവും. മനസ്സിലാവണ്ട, രാമു നന്നായിട്ട് പഠിച്ചു, മോശമായിട്ട് പഠിച്ചു, അങ്ങനെയൊക്കെ പറയും. രാമു ഇങ്ങനെ വേണമെങ്കിലും പഠിച്ചോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഒരു കീ പോയിന്റ് അവിടെ ഉണ്ട്. ഇവിടെ നോക്കി, അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ശ്യാം എന്ത് ചെയ്തു, മികച്ച പഠനം. മികച്ച പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്നതാണോ താഴ്ന്നതാണോ? ഉയർന്ന അല്ലെ? അപ്പൊ ഉയർന്നതാണ് മികച്ച പഠനം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചു, ഞാൻ പറയണേക്കാൾ മുമ്പ്. അപ്പൊ മികച്ച എന്ന് പറഞ്ഞാൽ ഉയർന്ന പഠനമാണ് അല്ലേ? എന്താ ഉയർന്ന കൂടുക അല്ലെ? പര്യായ പദങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് എന്താണ്, പിന്നീട് താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുന്നു, കുറയുന്നു അല്ലെ? ആദ്യം നന്നായിട്ട് പഠിച്ചു, കൂടുതൽ പഠിച്ചു, പിന്നെ കുറയുന്നു. അപ്പൊ നമ്മൾ എന്ത് കൂടുമ്പോഴാണ്, എന്ത് തലവേദന കൂടുമ്പോഴാണ് നമ്മൾ വിക്സ് വരുത്തുന്നത്, കുറയുന്നു. കിട്ടിയില്ലേ? കോൺവെക്സ് കർവ്, ഉന്മധ്യ വക്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, കോൺവെക്സ് കർവ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടി നോക്കൂ. പഠനം തുടക്കത്തിൽ മന്ദഗതിയിലും പിന്നീട് ഉയരുകയും ചെയ്യുന്നു. ഇത് ഏത് തരം പഠനവക്രമാണ്? കണ്ടോ, നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കുന്നത്. ശ്രദ്ധിക്കുക, തുടക്കത്തിൽ എന്താണ്, മന്ദഗതിയിലാണ്. അപ്പൊ മന്ദഗതിയിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കുറവാണ് വരുന്നത് അല്ലെ? കുറവ് അല്ലെ? പിന്നീട് ഉയരുന്നു, പിന്നീട് ഉയരുക. അപ്പൊ ഏതാ വരുന്നത്? ഒരു കേവിന് ഓർത്താൽ മതി. കേവിന്റെ ഡോർ ആദ്യം കുറഞ്ഞ ഒരു ചെറിയ ഇതല്ലേ, പിന്നീട് ഉള്ളിലേക്ക് പോകുമ്പോൾ വിശാലമായിട്ടുള്ള ഉയർന്നതോ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഒരു സംശയമില്ല. അപ്പൊ ആ ഹോളിൽ ഇരുന്നിട്ട് നിങ്ങൾ കോൺവെക്സ് ആണോ, കോൺകേവ് ആണോ, മിക്സഡ് ആണോ, ഇങ്ങനെ ഒന്നും ഇതാക്കണ്ട. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കോൺകേവ് അഥവാ നതമധ്യവക്രം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, വരുന്നതും. കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ സൈക്കോളജിയെ കയ്യിലൊതുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആ ടോപ്പിക്കാണ്. ചിത്രങ്ങൾ, ആ ഗ്രാഫ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഗ്രാഫ് ചോദിക്കും ഏതാണ് എന്നുള്ളത് മനസ്സിലാവണ്ട. ഗ്രാഫ് കാണിച്ചിട്ട് ചോദിക്കാം. കണ്ടോ, ഇവിടെ നോക്കിയേ, ഇത് കാണിച്ചിട്ട് ചോദിക്കാം. ഇങ്ങനെ ഉയർന്നു വരുന്നു, താഴുന്നു, ഇങ്ങോട്ട് പോകുമ്പോ താഴെയാണ് കേട്ടോ. അപ്പോ ഉയർന്നു വരുന്നു, താഴുന്നു, ഇത് ഏത് തരം പഠനവക്രമാണ്? അപ്പൊ ആദ്യം ഉയരുകയാണ്, പിന്നീട് താഴുകയാണ്. നമുക്കറിയാം കോൺവെക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചിത്രം ചോദിച്ചാലും നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ സൈക്കോളജിയുടെ ടോപ്പിക്കുകളും അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും സൈക്കോളജിയുടെ മാത്രമല്ല കേരളത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ടോപ്പിക്കുകളൊക്കെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, കേട്ടിട്ട് എന്ന ലക്ഷ്യമായിട്ട് വിജയം അല്ലെ, വിജയം മാത്രമായി നമുക്ക് അതായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അക്കലോറ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്.
അപ്പോൾ പുതിയ വീഡിയോസുമായി പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കി നിങ്ങൾ അയക്കുക. അപ്പൊ നിങ്ങൾ കുറെ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള എനർജി തോന്നും കേട്ടോ. അപ്പൊ കൂടുതൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.